കണ്ടോ, ഇങ്ങനെയാണ് കളിക്കണ്ടേ. വാ, നന്നായിട്ട് കളിക്കണേ. നീ ബോളിടാ. മമ്മി എന്റെ സ്നാക്സിങ് താ. എന്താ മേഡം ഇത്? ഇവ വന്നപ്പോ തൊട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ കഴിച്ച ഇവന് വല്ല അസുഖം വരത്തില്ലേ? ശരി, ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് നീ പൊക്കോ. ബാറ്റ് തന്നിട്ട് പോടാ. നാളെ വരുമ്പോ യൂണിഫോം ഇട്ടുകൊണ്ട് വരാൻ പറ കേട്ടോ അവനോട്. ഹലോ സർ, ഞാൻ റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് സർ. ഞാൻ ഏജന്റാ സംസാരിക്കുന്നത്, പറഞ്ഞോളൂ. പ്ലോട്ട്സ് ഉണ്ട്, വാങ്ങുന്നോ സർ? എൻ്റെ അടുത്ത് പോളിസി ഉണ്ട്, അത് വേണോ? പ്ലോട്ടിന് പോളിസിയോ? അതെ, പോളിസി തന്നെ. അല്ല, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പ്ലോട്ട് മേടിക്കുന്നവർ എത്ര ദിവസം ജീവനോടെ ഇരിക്കും? ഒരു പക്ഷേ അവർ മേടിച്ച ഉടനെ ചത്തു പോയെന്ന് വെച്ചോളൂ. ചത്ത അടുത്ത സെക്കൻഡ് നിങ്ങൾക്ക് പൈസ വരില്ലേ? നിങ്ങൾക്ക് പ്ലോട്ട് വിറ്റ പോലെ ഉണ്ടാവും, പോളിസി ചെയ്ത് പൈസ കിട്ടിയ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള പോളിസി ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല സർ. പിന്നെ എന്തിനാ ഫോൺ വിളിച്ചത്? ഫോൺ വെക്കും മര്യാദക്ക്. ശരി പാപ്പോ, തന്നെ സമയമല്ലോ പിന്നെ ആ പ്ലോട്ട് മേടിക്കാൻ. എന്താ ഇത്ര ലേറ്റ്? പറയാ, നീ വാ. കേറ്. ഹൈദരാബാദിൽ പോയിട്ട് നിനക്ക് ഈ ക്രിക്കറ്റ് പ്രാക്ടീസ് വെച്ചൂടെ? ഇല്ലടാ, ഈ യാനത്തിൽ എനിക്ക് ഒരുപാട് ജോലികളുണ്ടോ. അങ്ങനെ എന്ത് ജോലി? പോടാ. ഇപ്പൊ പറയടാ. ഞാൻ പറയാന്നല്ലടാ പറഞ്ഞത്. എടോ നിർത്താ. നിർത്താൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാടാ? അന്നാ അങ്ങോട്ട് പോ. ഇവന്മാരെന്താ ഇവിടെ വണ്ടി നിർത്തുന്നത്? ഹലോ ചേട്ടാ, ഇവിടെ മൂത്രമൊഴിച്ച് ഞാൻ കോളനിക്കാർ പിടിക്കും. വേണ്ടായേ, ഞങ്ങളെ പിടിച്ചോളാവേ. ഒന്ന് പോടോ അവിടുന്ന്. കാര്യമില്ല. ഇത്തവണ ഹൈദരാബാദിലേക്ക് കൃത്യമായി ലോഡ് പോയില്ലെങ്കിലേ ഓരോരുത്തനെയും ഉണ്ടാക്കിയേക്കും. ഓടോ. ശരി ചേട്ടാ. ഇവരെ അവിടെ മീനെല്ലാം വിൽക്കുന്ന കൃഷ്ണ, ഇവന്റെ അടുത്ത് മീൻ വിറ്റപ്പോ ടാക്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവൻ നമ്മുടെ അടുത്ത് ചൂടാവുക. അല്ല പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തേ? ഞങ്ങളുടെ ചേട്ടനെ കുറിച്ച് അറിയില്ലേ? കാര്യം പോക്ക. ചേട്ടാ, ഇവൻ തന്നെ ടാക്സി ചോദിച്ചപ്പോ ചൂടായി സംസാരിക്ക. എന്താടാ, ടാക്സ് അടയ്ക്കാൻ പറഞ്ഞപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു. നീ ജീവിക്കാൻ കൊതിയൊന്നുമില്ലേ? അല്ല, നിനക്കെന്തിനാ ടാക്സ് കിട്ടുന്നേ? എന്റെ ജോലിയിൽ കൈവക്കാൻ നോക്കിയാല് ദൈവം വെറുതെ വിടില്ല. എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. ദൈവോ? ഇവിടെ ദൈവത്തിനുള്ള തേങ്ങയുടെ വില വരെ നിശ്ചയിക്കുന്നത് ഞാനാ. ആ ദൈവത്തിന്റെ പേരിലുള്ള കാണിക്കകളെല്ലാം എൻ്റെ വീട്ടിലേക്ക് തന്നെ വരണം. ഇവിടെ ദൈവത്തിന്റെ സംരക്ഷണം പോലും എൻ്റെ കയ്യിലാണ്. ഇയാൾ വളരെ നല്ലവനാണല്ലോ. ദൈവം നിനക്കെല്ലാം നല്ലതേ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് നിന്നെ കൊന്ന ഏത് ദൈവം വന്നാൽ നിന്നെ രക്ഷിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ. ബസുവാ ചേട്ടാ, എന്നെ വിട്ടിട്ട് വന്നാ ഞാൻ ഇങ്ങോട്ട് പോരത്തില്ലെന്ന് വിചാരിച്ചല്ലേ? നീ എന്താ ഇവിടെ? ഇതെന്ത് വേഷടത്? പുറത്തെല്ലാം കൊറോണ അല്ലേ, അതുകൊണ്ട് കൊറോണ എനിക്ക് അഫക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അലയുന്നത്. ഒരു കൊറോണയില്ല കിറോണയില്ല. നീ അവനെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ആ മാർക്കറ്റിൽ പോയി കളക്ഷന്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചത് മതി. നീ വേഗം ചെന്ന് ആ DSP ഇങ്ങോട്ട് വിളിക്കാൻ പറ. ശരി. ടാക്സ് കിട്ടാൻ പറ്റുന്ന വല്ലാതെ വീരവാദം മുടക്കുന്നുണ്ടല്ലോ. ഒന്ന് അവനെന്താ ചെയ്യാന്ന് കണ്ടോ? ഹലോ. ഡേയ് ലാലപ്പാ, എൻ്റെ പേര് രുദ്രൻ. ഏതാടാ നീ? അതല്ലടാ പറഞ്ഞത്, രുദ്രൻ. ഞാൻ പറയുന്നത് ഓർത്ത് വെച്ചോ, ഇല്ലെങ്കിൽ എഴുതി വെച്ചോ. നാളെ തൊട്ട് നിന്റെ കൂടത്തിലുള്ള ഓരോരുത്തരെയും കൊല്ലാൻ പോവാ. അവസാനം നിന്നെയും ഞാൻ കൊല്ലും. നീ എന്താ കളിക്കാൻ? നീ ആരുടെ? എൻ്റെ കളിക്കൂട്ടുകാരനോ? ആദ്യം നീ ഏതെന്ന് പറ. ആളറിഞ്ഞിട്ടാണ് നിന്റെ ഫോൺ വിളി. വാർത്തായ പ്രതിഭോഗിതാം ഭഗവതി നാരായണ
ജനിക്കുന്നവൻ മരിച്ചേ പറ്റൂ, മരിച്ചവൻ ജനിച്ചേ പറ്റൂ. ഇതാണ് ലാലപ്പ, ഇതാണ് സംഭവം. ഓൾ ദി ബെസ്റ്റ്. വണ്ടി എടുക്കടാ. സാർ ബുദ്ധിയുണ്ടോ? ഈ സമയത്താണ് കൈ കൊടുക്കുന്നത്. ഡിസ്റ്റൻസ് പാലിക്കണ്ടേ? എന്റെ അമ്മാവാ, ഈ സാനിറ്റൈസർ ഒന്ന് തേച്ചിട്ട് എന്റെ മുഖത്ത് അടിച്ചുകൂടെ? എത്ര പ്രാവശ്യം പറയുന്നത്. DSP, സാർ. ഇന്നലെ എന്നെ വിളിച്ചവന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ പേടിപ്പിച്ചവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. അവനെ കുറിച്ച് അറിയാൻ പറഞ്ഞത് അവൻ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞോണ്ടല്ല, അവനെ എനിക്ക് കൊല്ലാനാ. ഓക്കെ സാർ. എടാ ഇറക്കാ, നിന്റെ സാറ് ഒരുപാട് സമ്മതിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വരിയൊന്നും കിട്ടുന്നില്ലടേ. സാറ് വരുമ്പോ ഫോൺ ചെയ്യാൻ പറ. ശരി ചേട്ടാ. മനസ്സിലായോ? ആ, ഓർമ്മ വരുന്ന നിനക്കുള്ള. ഇവൻ ഏതാണ്? ആരാടാ നീ? റോഡിന്റെ കുറുക്കെ വണ്ടി വെക്കാൻ. ആ, തീപ്പെട്ടിക്ക് വേണ്ടിയാ? തീപ്പെട്ടി ഉണ്ട് ഏട്ടാ. പിന്നെ ഞാൻ തീപ്പെട്ടി കൊണ്ടല്ലേ നടക്കുന്നേ. ഞാൻ ആരാന്ന കരുതിയേ? ലാലപ്പന്റെ വലത് കൈയാടാ. എന്റെ പേര് വിശ്വന്നാ. എന്റെ പേര് കേട്ട ഈ നാടെല്ലാം വിറയ്ക്കും. തീപ്പെട്ടിക്കുള്ളി ഉറച്ച കത്തുമല്ലോ, എനിക്കത് മതി. തീപ്പെട്ടി ഉണ്ടേ താന്നേ. ആ, താങ്ക്സ് ചേട്ടാ. ബസ്വേ തീർത്തത് ആ രുദ്ര തന്നെയായിരിക്കും. രുദ്രനോ? അവനാരാ? എവിടെ ഉണ്ടവൻ? ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അവന്റെ തലയും കൊണ്ടായിരിക്കും ചേട്ടാ. അവന്റെ ഓരോ പ്രവൃത്തികൾ കാരണം ഇന്നാട്ടിൽ നമ്മുടെ പേരിന് ദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവനിതൊക്കെ ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ ചെയ്യുന്നെന്നാ മനസ്സിലാവാത്ത. ചെല്ലടാ, ഏത് മാളത്തിലായാലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഓടാ. ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും ഒക്കെ ഇരുന്ന ചത്തുപോയവൻ തിരിച്ച് ജീവനോടെ വരുമോ? കണ്ടുപിടിച്ചു കൊല്ലണം. ചേലക്കത് മിണ്ടാതിരി. എങ്ങനെ അവനെ കൊല്ലേണ്ടത്? അവൻ ആരെന്നോ എവിടെയാണെന്ന് പോലും അറിയില്ല. ചേട്ടാ, ചേട്ടൻ ടെൻഷൻ ആവണ്ട. അവനെ എങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാം. ഇന്നുണ്ടായ ആ ലാലപ്പയുടെ ആൾക്കാരുടെ മർഡർ ഇല്ലേ, അതിനെ കുറിച്ച് നാട്ടുകാരെന്താ പറയുന്നേ? അവരെന്ത് വിചാരിക്കാനാ? കൊന്നവന്റെ സമയം തീരാൻ പോവാന്ന് വിചാരിക്കും, ഇല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ സമയം തീരുന്നു വിചാരിക്കും. ശരി, ഞാൻ മൂത്രം വെച്ചിട്ട് വരാം. ശരിടാ, സൂക്ഷിച്ചു പോയിട്ട് വാ. എടാ, ഒട്ടും മിച്ചമില്ലാണ്ട് മൊത്തം ഒഴിച്ചിട്ട് വരണേ. ഇവന്റെ ഫോണിൽ മാത്രം പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇഷ്ടത്തിന് കൂടുക. അതിൽ നിന്ന് ഓരെണ്ണം എടുത്ത് ഇന്നൊരു പോളിസി എങ്ങനെയെങ്കിലും വിറ്റ് തീർത്തേക്കണം. എന്തിനാടാ നീ ഇങ്ങനെ ഓടുന്നേ? അങ്ങോട്ട് മാറിപ്പോ. എടാ, അങ്ങോട്ട് മാറില്ലേ പറഞ്ഞേ? എടാ, എന്താ കാര്യം? മാറിപ്പോടാ അങ്ങോട്ട്. ആ മർഡർ ചെയ്ത് നീയല്ലേടാ?
നാളെ ഈ കാര്യം ലാലപ്പയ്ക്ക് അറിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഇവിടെ? എന്നെ വിശ്വസിച്ച് LIC പോളിസി ഇട്ടവർക്ക് ആരാടാ പൈസ മേടിച്ചു കൊടുക്കുന്നത്? കണ്ടല്ലേ നീ, അത് വിട്ടേരെ വാ. ഹലോ, കല്യാണത്തിനുള്ള സമയമല്ലേ? എന്റെ 16ന്റെ സമയം ഇനി നോക്കണ്ട. എടാ നീ ബീർ എടാ എടാ ഒന്ന് പോടാ അങ്ങോട്ട്. നീ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. എന്റെ അമ്മോ, ഞാൻ പോവാ. ഇവളുടെ പേര് പ്രിയ എന്ന. അവയവദാന എൻജോയിൽ വർക്ക് ചെയ്യുക. മരിച്ചവരുടെ അവയവം ദാനം ചെയ്ത് ജീവിച്ചിരിക്കുന്ന രോഗികൾക്ക് പുതുജീവൻ നൽകുകയാണ് ഇവളുടെ ലക്ഷ്യം. പിന്നെ ഇവൾക്ക് വയലൻസിനൊന്നും താല്പര്യമില്ല. ചേട്ടാ, 1 കിലോ വെണ്ടയ്ക്ക് തരുമോ? നമസ്കാരം നാഗരാജേട്ടാ. നമസ്കാരം. കുറച്ച് മല്ലിയില തന്നെ. ഇന്ന് എന്താണ് സ്പെഷ്യല്? ഇന്ന് മട്ടൻ തലക്കറിയാ. ഹലോ പ്രഗ്നന്റ് ബോയ്, ജീവൻ എടുക്കുന്ന എന്നെ കുറ്റം. ഇതിനകത്ത് എത്ര തല പോയിട്ടുണ്ടാവും? നിങ്ങളൊക്കെ ഇത് എങ്ങനെയാ കഴിക്കുന്നത്? പാവം, സംസാരിക്കാൻ പറ്റാത്ത ജന്മങ്ങളാ. ഇല്ലാന്ന് ആരാ പറഞ്ഞ? ഇനിയെങ്കിലും നിർത്തിയിട്ട് നിങ്ങൾ അനിമൽ ലവേഴ്സ് ആവാൻ നോക്ക്. ഞങ്ങൾക്ക് ഇതിനൊക്കെ ഒരുപാട് ഇഷ്ടാ, അതുകൊണ്ട് ഒന്നിനെ വിടാതെ കഴിക്കും. നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ, വെണ്ടയ്ക്കതാ. കഴിച്ചു നോക്കിയാലേ രുചി അറിയൂ. ഇതാ ചേച്ചി. ഡിസ്കസ്റ്റിംഗ്. എക്സ്ക്യൂസ് മീ സർ. സർ, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യും. എന്താ കളിയാക്കണോ? ഞാൻ എപ്പം മരിക്കുന്നു എനിക്കെങ്ങനെ അറിയാം? പെട്ടെന്ന് മരിച്ചാലുണ്ടല്ലോ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ബോഡി പാർട്സ് മറ്റുള്ളവർക്ക് യൂസ് ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചാവുന്നതിന് മുമ്പ് എന്റെ ഫ്രണ്ടിന് ഞാൻ ഒരു ഓർഗൻ കൊടുത്തോളാം. അത് വളരെ സ്പെഷ്യൽ പാർട്ടാ. എന്താണെന്നറിയാവോ? വൃത്തികെട്ടവൻ. വേസ്റ്റ് ഫെല്ലോ. സാർ, സിറ്റി മുഴുവൻ നിങ്ങളുടെ അനിയനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് അദ്ദേഹത്തെ കൊന്നത് സാർ? ഈ കൊലപാതകം ആര് ചെയ്തെന്നോ എന്തിനു ചെയ്തെന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ അയാള് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ? ഹലോ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? അവൻ എന്റെ അമ്മാവനെ ടാർഗറ്റ് ചെയ്യുന്ന കൊല്ലുന്നതിന് മുമ്പ് എന്റെ അമ്മാവൻ തന്നെ ചത്തു പോകുന്ന എനിക്ക് ഡൗട്ട്. ഒരാളെ കൊല്ലാതെ എങ്ങനെയാ സാർ ചാവാൻ കഴിയും? ഓ, എങ്ങനെ ചാവുന്നാണോ ചോദിച്ചത്? താൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. ഈ തെണ്ടികൾ ആരെങ്കിലും മാസ്ക് ഇട്ട് കണ്ടായിരുന്നോ? പിന്നെ എന്റെ അമ്മാവൻ ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എന്റെ അമ്മാവന് കൊറോണ വന്ന അറ്റാക്കായി ചാവോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇപ്പൊ അടിച്ചോ അമ്മാവാ? സേഫ്റ്റി. സാർ, അവസാനം നിങ്ങൾക്ക് അവനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അവനെ ചെയ്യുക? കൊല്ലുമോ സാർ? നോ കമന്റ്സ്. ഹലോ. ഹലോ, ഐ ആം കൊണ്ടാരടങ്ങിയതെന്താ? സീനു, കുതിര സീനു. പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഒരു ഹെൽപ്പ് വേണ്ട, ഓർഡർ എന്താണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഹോട്ടലിൽ എന്താണോ ഫ്രീ ആയിട്ടുള്ളത് അത് തന്നേക്ക്. ഈ കോഫി ഷോപ്പില് വെള്ളം പോലും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. കാറ്റ് ഫ്രീ ആയിട്ട് കിട്ടില്ലേ? അത് മതി. കുതിര സൗണ്ട്. ഇവനൊക്കെ ഇത് എവിടെ നിന്ന് വരുന്ന? ഹായ് ഹീറോ. ഹേ ഹീറോ, നിന്റെ കുതിരയുടെ സൗണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കോഫി കുടിക്കുന്നോ മോനെ? ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വേഷം വേണമെങ്കിൽ കുടിക്കാം. യു നോട്ടി. നിന്റെ ടീ അല്ല, അവനോടൊരു കോഫി പറ. കോഫി. കോഫി വളരെ നന്നായിട്ടുണ്ട്. എന്റെ ലിപ്സായി നീ സൂപ്പർ. കോഫി. നിന്നോടുള്ള നന്ദി ഞാൻ എങ്ങനെ വീട്ടും? പറ്റുമെങ്കിൽ ഒരു കിസ് തരാവോ? നിനക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്ത്. എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന്. ഇറങ്ങി പോടാ.
അങ്ങനെയാണെങ്കിൽ എന്റെ കോഫി എനിക്ക് തിരിച്ചു താടാ. അത് ഞാൻ കുടിച്ചടാ. അതിപ്പോ എന്റെ വയറ്റിനകത്തല്ലേ. എനിക്ക് വേണം അത്. എങ്ങനെടാ? ഞാനത് എടുത്തോളാം. എനിക്ക് നീ വേണം 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 വേണം. എടാ ഓടല്ലേ, എനിക്ക് നിന്നെ വേണം 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 ഓടല്ലേ. എടാ വിടറാ, എടാ എടാ പോലെടാ, നിക്കടാ നിക്കടാ. കൊന്നു കളഞ്ഞാൻ. വേഗം വിട്ടോ ഇവിടുന്ന്. ദുഷ്ടൻ പോടാ. നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. എല്ലാം കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റ് ആയിട്ടാ. ഹലോ ബ്രോ. നീ ഏതാ? സീനു. അങ്ങനെ പറഞ്ഞ കുതിര സീനു. ഞാൻ നിന്നെ കുറെ നേരമായിട്ട് വാച്ച് ചെയ്യായിരുന്നു. നീ ഭയങ്കര ടെൻഷനിലാണല്ലോ. ഈ കത്തിയിൽ എന്താ രക്തം? നിന്റെ ദേഹം എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടോ? ബോഡിക്കൊന്നും കുഴപ്പമില്ലല്ലോ. അതാരാ ഇങ്ങനെ നടുക്ക് കിടന്നുറങ്ങുന്നേ? കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെ കണ്ടുപിടിച്ചെന്ന് കണ്ടോ? കമോൺ, എവിടെയാ പോണ്ടത്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എവിടെയാ പോണ്ടത് മാത്രം പറഞ്ഞാൽ മതി. യൂസ് മീ ബ്രോ പ്ലീസ്. ഐ ആം ഹിയർ ഹെൽപ്പിംഗ് യു. നീ എന്റെ വണ്ടിയിൽ കയറിയേ പറ്റൂ. ഇറക്കി വിടുമ്പോ പെട്രോൾ കാശ് മാത്രം തന്നാ മതി. നിന്നെ എവിടെയാ ഞാൻ ഇറക്കി വിടേണ്ടത്? ഓക്കെ ശരി, വാ പോയേക്കാം. വാ 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 ബ്രോ. ഇറക്കി വിടുമ്പോ പെട്രോൾ കാശ് മാത്രം ഇല്ലെന്ന് പറയരുത്. ഐ നോ യു ആർ ഗുഡ് ബോയ്. ഏട്ടാ ഏട്ടാ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി ചേട്ടാ. കണ്ടില്ല കണ്ടോ? നോക്കി. ഇതാ രുദ്രയുടെ പണി തന്നെയായിരിക്കും. ചേട്ടന്റെ അന്ത്യകർമ്മത്തിന് മുമ്പ് ഞാൻ അവനെ കൊല്ലും. ചേട്ടനെ അടക്കുന്നതിന് മുമ്പ് അവനെ അടക്കും ഞാൻ. അനിയനായ നിനക്ക് ഇത്ര സങ്കടം ഉണ്ടെങ്കിലേ ചേട്ടനായ എനിക്ക് എത്ര മാത്രം സങ്കടം ഉണ്ടാവണം. അവനെ ഞാൻ കൊല്ലാതെ വിടുന്ന നീ കരുതിയോ? അവൻ എന്റെ മുന്നിൽ വന്ന് പെട്ടാ. ചേട്ടാ ആ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യേ. ശരി ഏട്ടാ. ഏട്ടാ ഏട്ടാ കോഫി ഷോപ്പിലെ CCTV ക്യാമറ മുഴുവനും ചെക്ക് ചെയ്തു. ആ കൊന്നവന്റെ മുഖം ഒട്ടും ക്ലാരിറ്റി ഇല്ല. പക്ഷെ ആ ബൈക്ക് ഓടിക്കുന്നവനെ ശരിക്കും കാണുന്നുണ്ട്. അവൻ ഇവനോട് എന്തോ സംസാരിക്കുന്നതും റെക്കോർഡായിട്ടുണ്ട്. അവൻ ആ കൊലയാളിയുടെ ആളാന്നാ തോന്നുന്നത്. അവന്റെ വണ്ടി നമ്പർ രജിസ്റ്റർ ആയിട്ടുണ്ട് ഏട്ടാ. അവനെ കൈ കിട്ടിയോ? നമ്മുടെ ആൾക്കാർ അവനെ തെരഞ്ഞു പോയിട്ടുണ്ട്. ഇവനെ പിടിച്ചിട്ട് വേണം അവനെ നമുക്ക് കണ്ടെത്താൻ. വേഗം കൊണ്ടുവാ. ശരി ഏട്ടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഹാൻഡിൽ വിത്ത് കെയർ. ഏട്ടാ ഇവനാണ് അവൻ. നിന്റെ പേരെന്താടാ? സീനു. ഇതെന്ത് സൗണ്ടാടാ? കുതിരയാ. എന്റെ വീടിന്റെ പേര് കുതിരയാ, അതുകൊണ്ട് കുതിര സീനു. ആറ് സീനു അല്ല, കുതിര സീനു. നോക്ക് സീനു. കുതിര സീനു. ആ രുദ്ര എവിടെടാ? രുദ്രയാ? ഏത് കൂടോത്തൻ രുദ്രയാണോ? വീരു. ഇവനാ? ഇവൻ നിങ്ങൾ എന്താ ചെയ്തേ? ഇവൻ എന്റെ ചേട്ടനെ കൊന്നത്. ഓക്കെ. അവനെ എനിക്ക് അറിയാന്ന് കരുതി നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുക അല്ലേ? ഇൻവൈറ്റ് ചെയ്തതല്ല, വലിച്ചോണ്ട് വന്നതാണ്. ശരി വിട്. ഓക്കെ 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 ഓക്കെ. സി, അവനും എനിക്കും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് കരുതി നിങ്ങൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. പക്ഷെ അവനും എനിക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. വരുമ്പം ജീപ്പിൽ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ പോകുമ്പോ ഒരു ഇന്നോവയിൽ കൊണ്ടാക്കണം. ഓക്കെ? കൈയെടുക്കടാ. സാരമില്ല, അത് അവിടെ തന്നെ നിന്നോട്ടെ. നന്നായിട്ടുണ്ട്, കൈയെടുക്കാൻ. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? എടുക്കടാ. നീ എന്താ കളിക്കുക? ആ വീഡിയോ കാണുമ്പോ നീയും അവനും ചേർന്ന് എന്റെ അനിയനെ കൊന്നേന്ന് തോന്നും.
അവനെ ഡ്രോപ്പ് ചെയ്തത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന് അറിയില്ല ഏട്ടാ. അച്ഛനും അമ്മയും ചേർത്ത് സത്യം ചെയ്യാ. ജസ്റ്റ് ലിഫ്റ്റ് ചോദിച്ചു കൊടുത്തു. എനിക്ക് അവന് തമ്മിൽ വേറൊരു ബന്ധമില്ല. എന്നെ ഇതിൽ കൊടുക്കല്ലേ ചേട്ടാ. എടോ, ഒരു പെണ്ണിനോട് മനസ്സിലവ് തോന്നിയവർക്കൊരു സാരി മേടിച്ചു കൊടുത്താ അവൾ അതും കൊണ്ടുപോയി കെട്ടിത്തൂങ്ങി ചത്തു എന്ന് പറയുന്നത് പോലെയാണ് നിന്റെ കഥ. ഓണെങ്കിൽ പോട്ടെ എന്ന് കരുതി ഞാനും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചപ്പോ എനിക്ക് സത്യമായിട്ട് അറിയില്ല ചേട്ടാ. എനിക്ക് അവനും തമ്മിൽ ഒരു ബന്ധമില്ല ചേട്ടാ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും ചേട്ടാ. പ്ലീസ് ചേട്ടാ. ഇവന് നമ്മുടെ സ്റ്റൈലിൽ ഒരു പണിഷ്മെന്റ് സർ 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 വേണ്ട സർ. സർ സർ എന്നെ വിട്ടേക്ക് സർ. സർ സർ ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. സർ പ്ലീസ്. ഇവന്റെ പാന്റ് വേണ്ട സർ വേണ്ട സർ. അമ്മേ അയ്യോ സാറേ വേണ്ട സാറേ അമ്മേ അയ്യോ. ഏട്ടാ എന്തൊക്കെ ചെയ്തിട്ട് അവൻ പറയുന്നില്ല ഏട്ടാ. എന്താടാ? അവൻ ഈ നാട്ടിൽ എവിടെ ഉണ്ടെങ്കിലും 24 മണിക്കൂറുള്ളിൽ ഞാൻ കണ്ടുപിടിച്ച് ചേട്ടനോട് പറയാം ചേട്ടാ. വൺഡേ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ. അതായത് എനിക്ക് 4 ശരിയാവില്ല ചേട്ടാ. ഈ ജണ്ടു ബാം ഇട്ടതുപോലെ. പണിഷ്മെന്റ് കൊള്ളാമടാ. ഒരുപാട് അധികമായി ചേട്ടാ. ഉള്ളിലെല്ലാം പോയി ചേട്ടാ. നിന്റെ കഥ പറച്ചിലൊക്കെ അത്രയും മതി. അവനെങ്ങാനും കിട്ടാതെ പോയാ ചേട്ടാ സത്യമായിട്ട് പറയാ, തലവേദനക്ക് പോലും ഇത്രയും നന്നായിട്ട് എഫക്ട് ചെയ്യാറില്ല ചേട്ടാ. ഒരു ചെറിയ റിക്വസ്റ്റ്, വെറും കൈയോടെ വിടുകയല്ലേ. 1001 രൂപ കിട്ടിയാൽ നന്നായിരിക്കും ചേട്ടാ. അയ്യോ വേണ്ട ചേട്ടാ, 2 ദിവസത്തേക്കുള്ള നന്നായിട്ട് വരട്ടിട്ടുണ്ട്. അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹലോ. ആ പ്രിയ, Who is this? ഇത് ഞാനാ രുദ്ര. അന്ന് സിഗ്നൽ വെച്ച് മീറ്റ് ചെയ്തില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഓ നിങ്ങളാണോ? ആലോചിച്ച് പറയാന്ന് പറഞ്ഞില്ലേ? ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടോ? I'll send you the details. താൻ ചോദിച്ച ഓർഗൻ മാത്രമല്ല, ഈ ജീവൻ വേണേലും ഞാൻ തരും. ഹലോ, എന്താ ഒരുമാതിരി സംസാരിക്കുന്നേ? പ്രിയ, എനിക്ക് തന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറയട്ടെ? എന്താ? അന്ന് തന്നെ ഞാൻ സിഗ്നൽ വെച്ച് കണ്ടില്ലേ, വിസ്മയത്തുമ്പത്ത് സിനിമയില്ലേ, അതിലെ നയൻതാരെ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മോഹൻലാൽ എന്നാണോ വിചാരിക്കുന്നത്? നീ എന്തിനാ നമ്പർ വാങ്ങിയെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്തായാലും ഇനി എന്നെ ഫോൺ വിളിക്കട്ടെ കേട്ടോ. അതല്ല പ്രിയ ഞാൻ പറഞ്ഞത്. ഹലോ ഹലോ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ഹലോ പ്രിയ, ഹായ്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നേ? ഹലോ, അത് ഞാനാ ചോദിക്കേണ്ടത്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? അതൊന്നുമല്ല പ്രിയ, ഞാൻ തന്നെ ഫോളോ ചെയ്തില്ല, താൻ എന്നെയും ഫോളോ ചെയ്തിട്ടില്ല. എല്ലാം പ്രകൃതി തീരുമാനിക്കുന്നു. അതാണ് നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അറിയോ, നമ്മുടെ രണ്ടുപേരുടെ കാര്യം ഒരുപാട് മാച്ച് ആവുന്നുണ്ടല്ലേ പ്രിയ? ശരി ശരി, എന്നാ ഇവിടെ ചെറുതായിട്ടൊന്ന് ഹഗ് ചെയ്തിട്ട് നമുക്ക് വിഷ് ചെയ്യാം. ഹാപ്പി ദിസ്. ജസ്റ്റ് ഫ്രണ്ട്ലി ഹഗ് ആടോ. നോ. ഒരു പണി നടക്കുന്നില്ലല്ലോ. മുഴുവൻ കിടക്കം പറടാ ശങ്കർ. മുൻപൊക്കെ ഒരു പണി നടത്താൻ 1/2 മണിക്കൂർ മതിയോ? ഇപ്പൊ 2 മണിക്കൂറായിട്ട് നടക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മളോടുള്ള പേടി കുറേശ്ശെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എതിർത്ത് സംസാരിക്കാൻ ഒരുത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഏട്ടാ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. അവനെങ്ങാനും കൈ കിട്ടിയാണ്ടല്ലോ അവിടെ വെച്ചെന്നെ കൊല്ലും ഞാൻ. കൊല്ലാനായിട്ട് ആദ്യം രുദ്രനെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ടടാ. അമ്മാവാ, നിങ്ങളുടെ കൊഞ്ചലൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചേ. ഞാൻ നാളെ ഇവിടെ നോട്ട് റീച്ചബിൾ ആയിരിക്കും. നാളെ ഞാൻ പെണ്ണ് കാണാൻ പോവാ. ഇതാണ് ഞാൻ കാണാൻ പോകുന്ന പെണ്ണ്. കല്യാണ ബ്രോക്കർ ആന്റി. ആന്റി പറയൂ. സോറി ആന്റി. സോറി ശാർമില മാഡം, ഞാൻ കല്യാണത്തിന് റെഡിയാണ്. ഇഷ്ടപ്പെട്ടോ? കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും. ഹലോ ഹലോ. അവളല്ലെങ്കിൽ മറ്റൊരുത്തി. ഇവളല്ലേ ഭൂലോക രമ്പ. നീയോ? ഹായ് പ്രിയ, എന്താ ഇവിടെ? എന്റെ അനിയന് ക്രിക്കറ്റ് കളിക്കണമെന്ന് പറഞ്ഞു ഒരേ ബഹളം. അതിന് ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നതാ. പക്ഷെ നിങ്ങൾ ഇവിടെ കാണുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എല്ലാം പ്രകൃതിയുടെ ഒരു ഇത്. താനാണിതൊന്നും വിശ്വസിക്കാത്തത്. അങ്ങനെയാണോ? അപ്പൊ ചേട്ടനാണോ എന്റെ കോച്ച്? ചേട്ടാന്ന് വിളിക്കാതടാ. ഇപ്പൊ വേണേ രുദ്രാന്ന് വിളിച്ചോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബന്ധത്തിനനുസരിച്ച് വിളി മാറ്റാം. അങ്ങനെയല്ലേ പ്രിയ? ആവശ്യമില്ല, സംസാരിക്കണ്ട. ഓക്കെ ഡാർലിംഗ്.
ഇതാ വേണ്ടെന്ന് പറയുന്നേ. ഓ ഓക്കെ ഓക്കെ ഡിയർ ഓക്കെ. ആ, അയ്യോ ഇവനൊരു കറക്റ്റ് ആയിട്ടുള്ള കോച്ചേ അല്ല. പക്ഷെ താനാണ് എനിക്ക് കറക്റ്റ്. എന്താടാ കറക്റ്റ്? ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിന് താൻ കറക്റ്റ് ആയാളെന്നാണ് പറഞ്ഞത്. നമുക്ക് രണ്ടും ഫ്രണ്ട്സ് ആയിക്കൂടെ? അത്രേ സീനൊന്നും വേണ്ട. വാ അടിച്ചിട്ട് നിന്റെ ജോലി നോക്ക്. ചിന്തു നീ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വാ, ഞാൻ അവിടെ ഇരിക്കാം. ഓഹോ വാടാ വാ വാ പോയി പ്രാക്ടീസ് ചെയ്യാം. ഇത് ഫ്രണ്ട് ഫുട്ട് മുമ്പോട്ട് വെക്ക്, ഇത് ബാക്ക് ഫുട്ട് ഇങ്ങോട്ട്. ബോൾ ഇങ്ങനെ വരുമ്പോൾ ഡിഫൻസ് ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ഒരു പ്രാവശ്യം കാണിക്ക്. ആ ഡാ ഇങ്ങോട്ട് നോക്ക്. ഷോട്ട് ഇങ്ങനെ അടിക്കണം. നീ എങ്ങോട്ടാ? ഞാനൊന്ന് വെളിയിൽ പോവാ. കണ്ണാ, എന്താ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ആ രുദ്രന്റെ അടുത്ത ലക്ഷ്യം നീയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ കിട്ടുന്നതുവരെ നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ചേട്ടൻ എന്തിനാ അവനെ പേടിക്കുന്നേ? അവനെങ്ങാനും എന്റെ കൈ കിട്ടി അവന്റെ ശവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. മിണ്ടാതിരടാ. നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ലാതെ അവൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന്. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, തീർത്തിട്ട് വരാം. ഞങ്ങളുടെ കാശ് കൃത്യസമയത്തിന് വന്നിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ വെറുതെ ജീവനോടെ ഉണ്ടാവില്ല. ഹലോ ഹലോ, ഞാനടാ നിന്റെ കാലൻ രുദ്രൻ. നീയോ? നിന്നെ കൊല്ലോടാ. നീ ആരടാ എന്നെ കൊല്ലാൻ? നിന്നെ കൊല്ലാനുള്ള സമയം കുറിച്ച് കയ്യിൽ വെച്ചേക്കാടാ. എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? നീ എന്നെ കൊല്ലുന്നോ? വാടാ, നേരിട്ട് വാടാ. അതും കാണാടാ. ആ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. RIP, റെസ്റ്റ് ഇൻ പീസ്. എടാ ആ പെട്ടിതാ. ബോട്ടിടാ. ഞാൻ വിചാരിച്ചൊരു മിനിറ്റ് മതി നഗരമില്ലാതാക്കാൻ. അങ്ങനെയുള്ളപ്പോ ഇന്നലത്തെ ഇടുക്കി മുളച്ച കൂണിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഞങ്ങളെപ്പോലെ താനും കഴിവെട്ടവനായി മാറി. താൻ എന്ത് ചെയ്താലും വേണ്ടില്ല, 1 മണിക്കൂറിനുള്ളിൽ അവനോ അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ എന്റെ മുന്നിലെത്തിയിരിക്കണം. എന്റെ അനിയന്മാർ ഓരോരുത്തരായി തീരുമ്പോ അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇപ്പോഴാണ് അപ്ഡേറ്റ് വന്നത്. എന്തോന്ന്? കൊറോണയുടെ വാക്സിൻ വന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ സർ, കണ്ണപ്പ സാർ വേട്ടയാടുന്ന സമയത്ത് പിറകെ വന്ന ആരോ CCTVയിൽ റെക്കോർഡായിട്ടുണ്ട് സർ. അവനായിരിക്കും കണ്ണപ്പ സാറിനെ കൊന്നത്. അപ്പൊ കണ്ണനെ കൊന്നത് ആ രുദ്ര തന്നെ ആയിരിക്കും. കാണിക്കാൻ നായിന്റെ മോനെ. ഇവനാണ് സർ.
ഈ അടുത്തെങ്ങാനും കണ്ണൻ മറ്റാരെങ്കിലും വഴക്കുണ്ടാക്കിയ തലണ്ടാക്കിയ ചെയ്തിരുന്നോ? അതുമായി ഇവനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് യാതൊരു പ്രശ്നമില്ല ഏട്ടാ. ഒളിച്ചിരിക്കുന്ന ശത്രുവിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അതെ അമ്മാവാ, നമ്മൾ ഒളിച്ചിരിക്കുന്ന ശത്രുവിനോടൊപ്പം യുദ്ധം ചെയ്യുന്നത്. ഈ മാസ്ക് സാനിറ്റൈസർ ഒന്നും പോരാമാവാ. നമ്മൾ 5 പേരുടെ ഇടയിൽ ഒരു 3 മീറ്റർ ഗ്യാപ്പെങ്കിലും വേണം. അല്ലെങ്കിൽ കൊറോണ വരാണ്ട് പിന്നെ കരീന കപൂറാണോ വരാൻ പോകുന്നത്? കുറച്ച് ദൂരമായിട്ട് നിൽക്കാം മാവാ. അല്ലാണ്ട് അനിയന്മാര് പോയി എന്റെ ഫ്രസ്ട്രേഷനിൽ നിൽക്കാൻ ഞാൻ ഇനിയും ഇവിടെ കിടന്ന് വായിട്ട കൊന്നു കളയും ഞാൻ. DSP, നമ്മളെല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അതേ തന്ത്രം തന്നെ നമ്മളും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കണം. ഓക്കെ സർ, ഞാനും എൻ്റെ ടീമും ഇത് നോക്കിക്കൊള്ളാം സർ. കഴിഞ്ഞ 6 മാസമായി കിഡ്നി രോഗം കാരണം കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ആ കുട്ടി ഒരു കിഡ്നി ഡോണറിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഈ കുട്ടിക്ക് ഒരു പുതിയ ജീവിതമാണ് ലഭിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ പറയൂ ജയമ്മ. എന്റെ കുഞ്ഞിന് ജീവനോട് ഇരിക്കാൻ കാരണം രുദ്രൻ സാറാണ്. പിന്നെ കിഡ്നി ഡൊണേറ്റ് ചെയ്ത ഭാവന എന്ന പെൺകുട്ടി. ഇവര് രണ്ടുപേരോട് ഞാൻ എന്നും കടമപ്പെട്ടിരിക്കും. നിങ്ങൾ എന്ത് സഹായം സർ ചെയ്തത്? അയ്യോ, ഞാൻ ഇതിനകത്തൊരു സഹായം ചെയ്തിട്ടില്ല. ഒരു ദിവസം 2 ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ ഒരു ആക്സിഡന്റ് കേസ് വന്നു. ആ ആക്സിഡന്റിൽ മരിച്ചൊരു കുട്ടിയുടെ കോണ്ടാക്ട് ദേ ഈ കിഡ്നിയുടെ പ്രശ്നമുള്ള ഈ കുട്ടിയുടെ പേരൻസിന് നൽകി. അതാണ് ഞാൻ ചെയ്തത്, അല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്തില്ല. ശരി ചിണ്ടു, ഞാൻ പോവാണ്. ശരി ചേച്ചി, ഞാൻ പോവാ. ഞാൻ പറഞ്ഞത് അവന്ന് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇങ്ങോട്ട് വാടാ. എന്താണ് ലേറ്റ്? ശരി, എല്ലാം റെഡി ആവും. ഒന്ന് വരുമോ? ഒരു മിനിറ്റ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യടാ. ഹായ് പ്രിയ. എന്താ ഓവർ ബിൽഡപ്പ് ആണല്ലോ? ഞാനോ? അങ്ങനൊന്നുമില്ലല്ലോ. ശരി, വാ അവിടെ പോയിരുന്ന് സംസാരിക്കാം. എന്തൊക്കെയാ വിശേഷം? നത്തിങ്. നിനക്കെന്താ വിശേഷം? ഹാപ്പി ബർത്ത്ഡേ പ്രിയ. ചിണ്ടു ആണ് പറഞ്ഞേ. പ്രിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാ, കല്യാണം കഴിക്കുവാണ് നിന്നെ തന്നെ ആയിരിക്കും. ഐ ലവ് യു പ്രിയ. I love you too. ഹലോ, അപ്പുറത്ത് ആരാണ് സംസാരിക്കുന്നത് മോനെ? ആദ്യം നിങ്ങൾ എന്റെ പഴയ കണക്ക് തീർക്കും മോനെ. പൊന്നു ചെക്ക, അമ്മേ പറയമ്മേ, ദയവ് ചെയ്ത് ആ ഫോണൊന്ന് താഴെ വെക്കോ. നമ്മളിവിടെ പെണ്ണ് കാണാനാ വന്നേ. അങ്ങനെ ആവട്ടെ അമ്മ മോനെ. എല്ലാം എന്റെ തലയിൽ എഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ. എന്താ ചേട്ടാ, സുഖല്ലേ? അതെ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എടുത്തിക്കും സുഖല്ലേ? സുഖാണ്. വരൂ, ഇരിക്കൂ. നീ ഇരിക്കേ. സാരമില്ല ആന്റി. എന്താടി എന്നോട് എന്തോ ഇമ്പോർട്ടന്റ് വിഷയം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? എന്റെ മോനെ കൊണ്ട് ചേട്ടന്റെ മോളെ കെട്ടിക്കാന്നല്ലേ നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിരുന്നു. അത് പണ്ടും കണ്ട് പറഞ്ഞതല്ലേ. അവളാണെ കല്യാണത്തിന് പോലും സമ്മതിക്കുന്നില്ല. ഇവനാണെന്നങ്ങനെ പറഞ്ഞ ഒട്ടും സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് സമ്മതിക്കില്ല മാമ? എന്റെ മുറപ്പെണ്ണിനെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം. അതത്ര ഈസി അല്ലടാ. എന്നെ കുറിച്ച് അറിയില്ല മാമന്. ബോട്ടി കഴിക്കാത്തവനെ പോലും കഴിപ്പിക്കുന്നവനാ ഞാൻ. അങ്ങോട്ട് ചെല്ല്. ഉള്ളിലുണ്ടല്ലോ അല്ലേ? ഇപ്പൊ പോയിട്ട് ഇപ്പൊ വരാം. ബ്യൂട്ടി ബോട്ടി, ഐ ആം കമ്മിങ്. നിങ്ങൾ ശ്രീധരത്തിനെ പറ്റി സംസാരിക്കുക. ഹലോ. ഓ, നീയാണോ? എന്താടാ? എന്താടാന്നോ? ഇറ്റ്സ് ഓക്കെ. മാമൻ നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിച്ചു. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. കല്യാണോ? ഡേയ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന എപ്പോഴാടാ നിന്നോട് പറഞ്ഞേ? നിന്നെ കണ്ട സെമിത്തേരിന്ന് എഴുന്നേറ്റ് വന്നവനെ പോലെ ഉണ്ടല്ലോ. നിനക്കും എനിക്ക് സെറ്റ് ആവുന്ന ആരാടാ പറഞ്ഞത്? വേണ്ട, നീ അധികം സംസാരിക്കണ്ട. എന്ത് വന്നാലും നീ എന്നെയാ കല്യാണം കഴിക്കണ്ടേ. അല്ല, നിനക്ക് എന്നെക്കാൾ സുന്ദരനെ കിട്ടുവോ പറ. അതുകൊണ്ട് മിണ്ടാതെ സമ്മതിച്ചോ. പോയി ആ കഥ കടിച്ചിട്ട് വാ. അല്ലടി ജിഞ്ചിനാക്കിളി, അങ്ങനെ വാ വഴിക്ക്. ബൈ. എന്താടാ മോനെ നിനക്ക് പറ്റിയേ?
അവള് വായി കൊണ്ട് സംസാരിക്കുന്ന ആളെ അല്ല അമ്മേ, ഓൺലി RRR. അമ്മേ, നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ല സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. വാ. ശരി മോനെ. അയ്യോ, ഇതെന്ത് ഫാമിലിയാണ് എൻ്റെ അമ്മോ. വാപ്പു. എന്താ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയില്ലേ? കിട്ടി ചേട്ടാ. അതിലെന്താ ഉള്ളത്? കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്ത മർഡർ 25ഓ 26ഓ ഉണ്ടെണ്ണ. 25ഓ 26ഓ? 26ആണ്. നമ്മൾ ചെയ്ത മർഡറിൽ ഒരു ഫാമിലിയിലും ആണുങ്ങളില്ല. ആ സമന്ത എന്ന വ്യക്തിയെ നമ്മൾ റേപ്പ് ചെയ്തില്ലേ? അവളുടെ ലവർ എങ്ങനെയാണ് അവൻ? ഇല്ലണ്ണ, ഞാനൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാ. പിന്നെ ഏതവൻ? നമ്മൾ എന്തിനാ ടാർഗറ്റ് ചെയ്യണേ? അവനെ കിട്ടിയോടാ? ഏട്ടാ, ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കി, അവനെ എങ്ങും കണ്ടില്ല. ഇത് പറയാനാവുന്ന നീ? അവന്റെ ടാർഗറ്റിന് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. നമുക്കാ തെറ്റുപറ്റിയത്. അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു. അവൻ എന്നെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അന്നവന് ഇഞ്ചിഞ്ചായി വെട്ടി നോക്കി കടലിലെറിയും ഞാൻ. ഓയ്, എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എന്താ തോന്നുന്നേ? ഇങ്ങനെയല്ല നിന്റെ കൂടെ ഇരിക്കുമ്പോ തോന്നുന്ന സന്തോഷത്തിന് ഒരളവേ ഇല്ല. കടലിന് തിരമാല എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ പ്രിയപ്പെട്ടതാണ് നീ എനിക്കും. നിനക്കെന്താ തോന്നുന്നത്? എനിക്കോ? നീ എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഒരു പെണ്ണും ചെറുക്കനും ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ എവിടെയും കിട്ടില്ല. ബായ്, ഇവനല്ലേ ബായ്? ആ രുദ്ര എന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. വണ്ടി നിർത്ത. നീ നിക്കടാ. ഹെൽമെറ്റ് എടുത്ത്. മാസ്ക് എടുക്കടാ. കൊറോണ സിംറ്റംസ് ഉണ്ട് ചേട്ടാ, ഹോസ്പിറ്റലിൽ പോവാ. കൊറോണ ആയിട്ട് എന്തിനാണ് വെളിയിലിറങ്ങിയത്? ഓടാപ്പോ. ആ ബാബുരാവ്, ചെറുക്കനെ കാണാൻ ആ പെണ്ണ് വരുമല്ലോ, വേണ്ടേ? അവരോട് കഴിച്ചിട്ട് വരാൻ പറയാൻ പറ്റുമോ? കള്ളത്തരം കാണിക്കാതെ അവളെ ഒഴിവാക്കല്ലേ. അതൊന്നും നടക്കില്ല, ഫോണ് വെക്ക്. സെയിം ഫെലോ, നമ്പർ 1 ബുൾഷിറ്റ് ഗേ. ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വാ, 1/2 ലിറ്റർ മതി. ഹലോ. ഹലോ, നിങ്ങളല്ലേ സീനു? അപ്പൊ കുമാരി നീയാണോ? ആ അതെ. ഇരിക്ക്. ആ ബാബുരാവ് നിന്നെ കാണാൻ 21 വയസ്സേ തോന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാണുമ്പോ ഒരു 31 തോന്നിക്കുന്നുണ്ടല്ലോ. നിന്നെ കാണാൻ 40 കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഒരു തമാശ പറഞ്ഞു. ആദ്യം 2 കാപ്പി പറ. അയാള് പറയില്ല. ആദ്യം നീ ഞാനൊക്കെയാണെന്ന് പറ. അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം കാപ്പി പറയാം. അവൻ പറയില്ലെന്ന്. നീ പോയേ. എല്ലാം നശിപ്പിക്കാനായിട്ട് അവരൊന്ന് കയറി വന്നോളൂ. ഇവനൊക്കെ ആരെങ്ങോട്ട് വിട്ടത്? ആദ്യം നീ ഞാൻ ഓക്കെയാണോ അല്ലയോ? ഓക്കെ എന്ന് പറഞ്ഞില്ലെങ്കിൽ കോഫി പറയില്ലെന്നാണോ? കോഫി പറയാണ്ട് നീ ഓക്കെ പറയില്ല? എനിക്ക് മനസ്സിലായി. നീ ആളൊരു അറു പിശുക്കനാ. നിന്നെ പോലൊരുത്തൻ എനിക്ക് സെറ്റാവില്ല. ഞാൻ പോവാ. എക്സ്ക്യൂസ് മീ, നീ കല്യാണത്തിന് ഓക്കെ പറയാൻ വേണ്ടിട്ട് 20 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് ഇവിടെ വന്ന് 10 രൂപയുടെ വാട്ടർ ബോട്ടിൽ വാങ്ങിയിരിക്കുക. മൊത്തം 30 രൂപ. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ പൈസ വെറുതെ കിട്ടില്ലെന്ന്? പൈസ തന്നിട്ട് പോ. ജീവിതത്തിൽ നിനക്ക് കല്യാണം നടക്കില്ല. ഓടി. ഹലോ, ആ കില്ലർ ഹൈവേയിലുള്ള ചായക്കടയിൽ ഉണ്ട് ചേട്ടാ. ഞാൻ വരുന്നവരെ അവൻ മിസ്സാവാൻ നോക്കണം. ഇത്തവണ അവൻ അവിടുന്ന് മിസ്സായി കഴിഞ്ഞാൽ നിന്റെ ജീവനായിരിക്കും ഇല്ലാതായിരിക്കാം. ശരി ചേട്ടാ, പക്ഷെ ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചോട്ടെ. ഒരു 7 രൂപയുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യ് ചേട്ടാ. ശരി, ഫോൺ പേ ചെയ്യ് ചേട്ടാ. നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. നിന്റെ കഥ തീർന്നു. എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ. ഞങ്ങളെ പറ്റിച്ച് എത്ര നാൾ നീ ഇങ്ങനെ ഒളിച്ചിരിക്കും?
കുറച്ചുപേര് അങ്ങോട്ട് പോ. എവിടാ വടി? അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ട് പോടാ. വേഗം തിരയോ. എവിടാ അവൻ? അവിടെ ഉണ്ടാ. ഓടാ, അവനെ തീർക്കാം. ഹലോ, എവിടെയാണ് നിങ്ങളൊക്കെ? എത്ര നേരമായി നിങ്ങൾക്ക് കാത്തിരിക്കണേ? ഏട്ടാ, അവൻ ഞങ്ങളെ അടിച്ചിട്ട് പോയേട്ടാ. അടിച്ചെന്നോ? ഓടിയും കൊണ്ട് നിന്നോ. അവനിവിടെ എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടും പിന്നീന്ന് വന്ന് കൊന്നുകൊണ്ടിരിക്കുക. ഇവനൊക്കെ എവിടെയാ പറഞ്ഞേ? നാളെയാണ് നിന്നെ തൂക്കിലേറ്റുന്നത്. നിനക്ക് അവസാന ആഗ്രഹം വല്ലതുണ്ടോ? ഹലോ, എന്ത് ലോറിക്കോ ഓട്ടോയ്ക്കോ ആക്സിഡൻ്റ് ആയിരുന്നോ? ആരുടെ എത്താ തെറ്റ്? ലോറി അവന് പോളിസി കിട്ടില്ലെന്ന് പറ. ഫോൺ വെക്കടാ. എക്സ്ക്യൂസ് മീ. ഹലോ, ദിസ് ഇസ് ചാണ്ടി, ദ LIC ഏജന്റ്. പോളിസി ഒന്നും വേണ്ട. നിന്റെ പോളിസി ഒന്നും ആർക്കും ആവശ്യമല്ല. ആദ്യം ആ രുദ്രയുടെ പോളിസി എന്താന്ന് പറയാ, അത് കേട്ടിട്ട് നീ പൊക്കോ. നീ അനാവശ്യമായിട്ട് അവനെ പോയി പ്രേമിച്ച നിന്റെ ജീവിതം പോയല്ലോ മോളെ. എന്ത് ജീവിതം പോയെന്നാ? നല്ല മനുഷ്യരുടെ കൂടെ ചേർന്നാൽ ജീവിതത്തിൽ മുന്നേറായിരുന്നു. ഇവന്റെ കൂടെ ചേർന്നാൽ നശിക്കാനേ പറ്റുള്ളൂ. എന്റെ പൊന്നു വെച്ച കൊച്ചിന് വേറെ ആരും കിട്ടിയില്ലേ? നിന്റെ സംസാരം നിർത്തിയിട്ട് പോടാ. എന്താ ഇതെന്താ? ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതോ, ഇവന് കല്യാണം കഴിക്കാൻ പെണ്ണാരും കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഫ്രസ്ട്രേഷൻ സംസാരിച്ചോണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് വാ, നീ പോടാ. ഞാൻ പോവാ. ഈ കൊച്ചിന്റെ മേത്ത് ഒരു 50 ലക്ഷം രൂപ ഇൻഷുറൻസ് ചെയ്തോ. ഫ്യൂച്ചറിൽ ആർക്കും ഉപയോഗപ്പെടും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ടേക്ക് എ 50 lakhs പോളിസി മോളെ. എന്താ പറ്റി? പറയാതെ പെട്ടെന്ന് വന്നേ. പിന്നെന്താ, നിന്നെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണോ? ശരി, ബായിരിക്കെ. എന്താടാ 2 days ആയിട്ട് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. അത്രയ്ക്ക് അഹങ്കാരമായോ?
ഞാൻ കുറച്ച് ബിസി ആയിരുന്നടി. ഹാ? എന്നെക്കാളും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് കാര്യമുള്ളത് നിനക്ക്? ഞാനായിരിക്കണം എപ്പോഴും നിനക്ക് ഇമ്പോർട്ടൻ്റ്. മനസ്സിലായോ? മനസ്സിലായോന്ന്? ഇന്ന് നിന്നെ ബാക്കി വെച്ചില്ലടാ. ഇതാ പിടിച്ചേട്ടാ, തീർത്ത് കളയുവാ. ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെ എന്റെ കൈ കിട്ടിയത്. ആദ്യം നീ ആരാണെന്നും എന്നെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ നിന്നെ തുണ്ടമായിട്ട് ഞാൻ വെട്ടിയായിരിക്കൂ. ഏട്ടാ കൊണ്ടുപാടവനെ. ശരിയേട്ടാ, പിടിക്കണോ? വേണ്ട, അങ്ങോട്ട് പോണ്ട. നമുക്ക് അവനെ പിന്നെ എടുക്കാട്ടാ. വാ, ഇങ്ങോട്ട് പോ. നീ വന്നപ്പോ തൊട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്തു പറ്റി? ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നേ. നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ചെയ്ത മർഡേഴ്സിനെ കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞു. നിനക്കെങ്ങനെ മനസ്സിലായി? ടെൻഷൻ ആകണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ ആരെയാണ് പ്രേമിക്കുന്നത് നിനക്കറിയോ? ഞാൻ നിന്നെ എന്തിനാ കാണാൻ വന്നതെന്നറിയോ? അവനെ നീ തന്നെ എനിക്ക് പിടിച്ചു തരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. നീയാണ് അവന്റെ ലവർ എന്ന് ലാലപ്പ എങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. നിന്നെയും നിന്റെ ഫാമിലിയെയും വെട്ടി കണ്ടിച്ച് കടലിൽ കളയും അങ്ങേര്. ഞാൻ എന്തായാലും ഈ കാര്യം പറയാൻ പോകുന്നില്ല. നീ തന്നെ അവനെ പിടിച്ചു തരണം. ആദ്യം നീ ആരെന്ന് പറ. ലാലപ്പയുടെ ആളുകളെ എന്തിനാ കൊല്ലുന്നത് പറ. ഇതേ നാട്ടിൽ ഒരു ക്രിക്കറ്റർ ആവണമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാ. അതേസമയം ഈ നാട്ടിൽ ഡ്രഗ്സ് യൂസേജ് ഒരുപാട് അധികമായി. സിറ്റിയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. മയക്കുമരുന്നിന്റെ അടിമയായ ഒരാൾ ഒരു കുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നു. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇപ്പോൾ മയക്കുമരുന്നിന് അടിമകളാണ്. ഇവിടെ നിന്നാണ് ഡ്രഗ്സ് സപ്ലൈ പോലും നടക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസും ഗവൺമെന്റും ഒരേപോലെ അലംഭാവം കാണിക്കുന്നുവെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ശേഷാദ്രി സർ വന്നിട്ടുണ്ട്. പറയൂ സർ, എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാ, ചെറിയ പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇപ്പോൾ ഡ്രഗ്സിന് അടിമകളല്ലേ. ഇതിന് സർക്കാർ വേണം ഒരു തീരുമാനമെടുക്കാൻ. ഇനിയെങ്കിലും പോലീസ് അധികാരികൾ ഇതിനെതിരെ കണ്ണു തുറന്നേ പറ്റൂ. ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്. ക്യാമറമാൻ രാമുവിനോടൊപ്പം ജോയ്സി. ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ് സർ. ഇന്ന് നമ്മൾ ഇത്ര എമർജന്റ് ആയിട്ട് മീറ്റിംഗ് വിളിച്ചതിന് കാരണം സിറ്റിയിലെ ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട്. സോ ഡ്രഗ് ഡീലേഴ്സിനെയും ഡ്രഗ് സപ്ലൈസിനെയും ഒരാളെ വിടാതെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ഇതിന് വലിയ എത്ര വലിയ ആളായതാണ് ശരി. ഗോട്ട് മൈ പോയിന്റ്? യെസ് സർ. ഏ രുദ്ര. ഹായ് സാർ. കൺഗ്രാസ്. എന്തിനാ സാർ? നിനക്ക് IPL കളിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. സത്യമാണോ? താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എനിക്കെന്തിനാ രുദ്ര താങ്ക്സ്. നിന്റെ ഹാർഡ് വർക്കും ഗെയിമിൽ കൊടുത്ത ഫോക്കസും അതുകൊണ്ട് നിനക്ക് IPL കിട്ടി. എനിവേ കൺഗ്രാസ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഈ കാര്യം എൻ്റെ അച്ഛനോട് പറയണം. ആയിക്കോട്ടെ. അച്ഛാ, എനിക്ക് IPL സെലക്ഷൻ കിട്ടി. അതെയോ? ശരിയാണോടാ? അതെ അച്ഛാ, ഇപ്പോഴാണ് കോച്ച് വന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി മോനെ. അടുത്ത് ചെണ്ടിരിപ്പുണ്ട്, അവനോടും കൂടി പറഞ്ഞേക്ക് അവൻ IPL സെലക്ട് ആയെന്ന്. സൂപ്പർ.
എടാ മോനെ മച്ചാനെ IPL സെലക്ഷൻ കിട്ടി. കൺഗ്രാചുലേഷൻ, സൂപ്പർ. വൈകുന്നേരം പാർട്ടി പൊളിക്കണം കേട്ടോ. പാർട്ടിയൊക്കെ അല്ലേ, അത് നമുക്ക് റെഡിയാക്കാം. മോണ ചേച്ചിയെ പറ്റിക്കോണോടാ. മോണ ചേച്ചി തന്നെ ഒരിക്കലും വിടത്തില്ലടാ. എന്നെ കണ്ട സെക്സി ആയിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? നിങ്ങളുടെ കൂടെ ഞാനോ? അതെന്താ എന്നെ കണ്ടിട്ട് നിനക്ക് മൂഡ് വരുന്നില്ലേ? ഇപ്പൊ വരുന്നുണ്ടോ? അയ്യോ മാഡം, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോ എങ്ങനെയാടാ നിനക്ക് എന്റെ പൈസ എടുത്തോണ്ട് പോകാൻ ധൈര്യം തോന്നിയത്? ബാസ്റ്റേഡ്, എന്റെ 50 ലക്ഷം രൂപയാ നീ. എന്നോട് തെറ്റ് ചെയ്യുന്നവരാര് തന്നെ ആയാലും അവരിരിക്കേണ്ട ഇടം ഇവിടെ ഒന്നും അല്ല. വന്നത് നല്ല സാധന. എല്ലാം സൂക്ഷിച്ച് ഹൈദരാബാദിലേക്ക് അയച്ചേക്ക്. ചേച്ചി, ഈ പോലീസുകാരുടെ ഒക്കെ ശല്യം വളരെ കൂടി വരുന്നുണ്ട് കേട്ടോ ചേച്ചി. അവരുടെ കണ്ണ് വെട്ടിച്ച് പോകുന്നതല്ലേ നമ്മുടെ ടാലന്റ്. ഹലോ MP, എന്നെ കോർപ്പറേറ്റ് ആയിട്ട് എപ്പോഴാ മാറ്റുന്നേ? ഇനി കോർപ്പറേറ്റ് ഒക്കെ എന്തിനാ? നമ്മൾ ഡ്രഗ്സിൽ എന്നെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നില്ലേ? പണം വേറെ, രാഷ്ട്രീയം വേറെ. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നെ ഞാനൊരു സ്ഥാനാർത്ഥിയാക്കിയിരിക്കും. ഓക്കെ ഡാർലിംഗ്? താങ്ക് യു ഡാർലിംഗ്. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ വീണയുടെ റീൽസ് എടുക്കാൻ പോവുകയാണ്. റെഡിയാണോ? എന്താ ഇത്? വീട്ടിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ? ആക്ടിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ. ഈ ഭ്രാന്തൊക്കെ കളഞ്ഞിട്ട് വാ എൻ്റെ കൂടെ, ഞാൻ കോളേജിൽ വിട്ടേക്കാം. ആ വാ. ഫോൺ ഇങ്ങത്താടാ. ഒരു മിനിറ്റ്. ഹലോ. ആക്ടിങ്ങോ? ആ ഓക്കെ ഓക്കെ. ക്യാരക്ടർ ഡീസന്റ് ക്യാരക്ടർ അല്ലേ? അയ്യോ, എനിക്ക് പേയ്മെന്റ് ഒന്നും പ്രശ്നമല്ല. ക്യാരക്ടർ ഡീസന്റ് ആയിരുന്നാൽ മാത്രം മതി. ശരി, ഞാനിപ്പോൾ ലൈബ്രറിയിലാണ്. ഒരു 1 hour വന്നാ പോലെ. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നലെ എൻ്റെ ആളുകൾ ഫയൽ കൊണ്ടുവന്നപ്പോ ഒപ്പിടാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നറിഞ്ഞോ? നിങ്ങൾ പറയുന്നത് ആ മീറ്റ് ഫാക്ടറിനെ പറ്റിയല്ലേ? അതെ. നിങ്ങൾ യാനത്തിലുള്ള 20 ഏക്കറും മീറ്റ് ഫാക്ടറിക്ക് വേണ്ടി ചോദിക്കുക അല്ലേ? ഞാൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാലങ്ങളായി ആ സ്ഥലം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർ അവരോട് ഞാൻ കാണിക്കുന്ന അന്യായിരിക്കും. ഞങ്ങളുടെ കച്ചവടം കാരണം അവർക്കെന്താണ് നഷ്ടം? മീറ്റ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം കാറ്റെല്ലാം വിഷമായി പോകും. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ രോഗത്തിൽ അടിമപ്പെടും. ശരി, ഇതെല്ലാം എന്തിനാ? കൊടുക്കാം. പിന്നെന്താ? നിങ്ങൾ ചോദിച്ചത് മീറ്റ് ഫാക്ടറി, അതായത് ഏത് തരത്തിലുള്ള മാംസങ്ങൾ വറുത്ത് വിദേശത്ത് കയറ്റി അയക്കുന്ന വൃത്തികെട്ട വ്യാപാരം. അതുപോലുള്ള വ്യാപാരങ്ങളൊക്കെ ഈ സ്ഥലത്ത് തരാൻ പറ്റാത്തത് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അയ്യപ്പ ക്ഷേത്രം എന്ന് വെച്ചാൽ പവിത്രമല്ലേ? അതുകൊണ്ട് അവിടെ പെർമിഷൻ തരില്ല. എന്താടാ ഈ പറഞ്ഞതെല്ലാം കേൾക്കുന്നത് കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാവുന്നതാണോ?
ഞങ്ങൾ ആരാന്നറിയോ? ലാലപ്പൻ, കിങ് ഓഫ് യാനം. ഇനിയും ഒപ്പിടാൻ നീ വൈകിയാലേ നിനക്ക് സംസാരിക്കാൻ തലയുണ്ടാവില്ല. നിങ്ങൾ എന്നെ കൊന്നുകളെന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിട്ട് തരില്ല. എടാ നീ ഒപ്പിടുകയല്ലേ? നാറി ഒപ്പിടാം. കേൾക്കുന്നില്ലേ? വീണയുടെ ഒപ്പം റൊമാൻറ്റിക് ഷോർട്ട് ഫിലിം എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ 10 മില്യൺ വ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം, വീണയ്ക്ക് ഒരിക്കലും അറിയാൻ പാടില്ല നമ്മൾ ബെഡ് സീൻ എടുക്കാൻ പോകുന്നെന്ന്. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ. ഹായ് വീണ, അകത്ത് വാ. ഹലോ. ഇതാണ് നമ്മുടെ ഹീറോ. ഇവനാണോ ഹീറോ? മുഖം കണ്ട മര്യാദയ്ക്ക് ഡയലോഗ് പോലും പറയില്ലെന്ന് തോന്നുന്നു. അതെ, ഞാൻ ബെഡ് സ്റ്റാറാ. എനിക്ക് ഡയലോഗിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ കിടന്നാ മാത്രം മതി. 10 years എക്സ്പീരിയൻസാ. പെണ്ണ് ഫ്രഷ് ആണോ? വീട്ടിൽ ആദ്യമായിട്ടാണോ തോന്നല്ലോ? അതായത് മാം, ഈ സീനിൽ ഡയലോഗ് ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. ഓ ശരി, സ്റ്റോറി എന്താണ്? ഇപ്പോഴത്തെ സീൻ എന്താ? ഫസ്റ്റ് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ബെഡ് ഷെയറിംഗ് സീനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ ബെഡ് സീൻസ് മാത്രമല്ലേ? വേണ്ട, എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. നിങ്ങളെന്തോ പ്ലാൻ ചെയ്യുന്ന പോലുണ്ടല്ലോ. അങ്ങനെയൊന്നും ഒന്നുമില്ല വീണ മാം. ഛേ, എനിക്കിതൊക്കെ മനസ്സിലാവും. നീ വിചാരിക്കുന്ന പോലെ അത്ര ചീപ്പല്ല ഞാൻ. വേസ്റ്റ് ഫെല്ലോ. ആ പെണ്ണെന്താ പോയി കളഞ്ഞേ? അപ്പൊ ഞാൻ ആരോടാ ബെഡിൽ റൊമാൻസ് ചെയ്യുന്നേ? ആ കട്ടിലുണ്ടല്ലോ, അവിടെ കിടന്ന് ചെയ്യ്. ഹായ് സർ, ഞാൻ ഇറങ്ങി. എങ്ങോട്ടാ വരണ്ടേ? സഞ്ജയ് ഹോട്ടലിൽ വന്നേക്കൂ. ഓക്കെ സർ, ഐ എം കമ്മിങ്. എന്തൊരു നാറ്റം അത്. എന്താണ് ഇത്? ഡ്രഗ്സ് എവിടെ നടാ? ഡ്രഗ്സോ? എവിടുന്നാണ് നിനക്ക് ഇത് കിട്ടിയത്? സാർ എന്തായി പറഞ്ഞേ? വെളിയിറങ്ങടാ, വെളിയിറങ്ങ. എവിടുന്നാണത്? ഡ്രഗ്സ് എവിടുന്നാണ്? ഡ്രഗ്സിന്റെ കാര്യം സാറിനെ കാണാം. സാർ ഇതിന് എനിക്ക് ഒരു ബന്ധമില്ല സാർ. ഇതെങ്ങനെ എന്റെ കാറിനകത്ത് വന്നു എന്ന് എനിക്ക് അറിയില്ല സാർ. എന്താടാ ഞങ്ങളെ ഫൂളാക്കുവാണോ? എവിടെ നിന്ന് വന്നെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അവനെ വണ്ടി കയറ്റേ. ലക്ഷ്മൺ, വണ്ടി എടുക്ക. സാർ പറയുന്നത് കേൾക്ക് സാർ. സാർ സാർ ഒന്ന് പറയുന്നത് കേൾക്ക് സാർ. സാർ എന്നെ വിട് സാർ. അല്ലെങ്കിൽ പിന്നെ നീ ഒന്ന് രക്ഷപ്പെടുകടാ. ഇതൊക്കെ എത്ര നാളായിട്ട് നടക്കുക പറയാൻ? ഒന്നല്ല, രണ്ടല്ല, 5 25 കോടി രൂപ വില വരുന്ന 5 കിലോ ഹെറോയിൻ. അത്രയ്ക്ക് വലിയ സ്റ്റോക്കോ? ഇതിന്റെയൊക്കെ പുറകിൽ ആരാടാ ഉള്ളേ പറയാൻ? സത്യമായിട്ട് പറയാ സാർ, അതിനും എനിക്ക് ഒരു ബന്ധവുമില്ല സാർ. എന്നെ വിട്ടേക്ക് സാർ. അതെയോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാറിനകത്ത് ഇത് എങ്ങനെയാടാ വന്നേ? സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. വെറുതെ കഥ ഇറക്കുന്നോടാ. നിന്റെ എല്ലാം തല്ലി ഓടിച്ചോളെ ഞാൻ. രമണ, ഞാൻ ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട്. എന്താ കാര്യം നോക്ക്. ശരി ചെല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വരാം സാർ. എന്താടാ ചേട്ടാ, ഫാക്ടറി ബന്ധപ്പെട്ട ഒപ്പ് കാര്യം തിരിച്ചു പറയടാ. ഞാൻ നേരിട്ട് പോയി ബാൻ ചെയ്തിട്ട് പോലും അയാൾ ഒപ്പിടില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഒന്ന് നിർത്തണ്ടോ? ഒരു ദിവസം ഇവിടുന്ന് മാറുന്നാ മതി. ഒരു പണി നടക്കില്ല ഇവിടെ. ഈ ലാലപ്പയെ കുറിച്ച് അറിയില്ല അവന്. ഇവിടെ തൽക്കാലം ലാലപ്പയുടെ നിയമം നടന്നാൽ മതി, അല്ലാതെ അവന്റെ നിയമം വേണ്ട. ഏട്ടാ, നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവന് യാതൊരു ഭയവുമില്ല. ഇവിടെ പുതിയ ആളാണ് അവൻ. അതേട്ടാ. വണ്ടി എടുക്ക്, നമുക്കൊന്ന് പോയി കാണാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ലാലപ്പ. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നാലും ഇവിടുന്ന് ഓഫീസർമാർ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഇതാദ്യമായിട്ടാണ് എൻ്റെ ആവശ്യത്തിന് നിങ്ങളുടെ ഓഫീസിലേക്ക് എനിക്ക് വരേണ്ടി വന്നത്. അതിന് നിങ്ങൾ അഭിനന്ദിച്ചേ പറ്റൂ. അതൊക്കെ വിട് സാറേ. എൻ്റെ അനിയൻ വന്നൊരു ഒപ്പിടാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കതും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. അതിന് ഇപ്പം ഞാനാ പറയുന്നത്, ഒപ്പിട്. നീ പറഞ്ഞാലും പറ്റില്ല. എന്ത് ചെയ്യും?
തനിക്ക് കാശ് എന്തെങ്കിലും വേണമെങ്കിൽ പറ. അതൊന്നും എനിക്ക് വേണ്ട. വേറെ അപ്പോൾ സാറിനോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നല്ലതുപോലെ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫയലിൽ തനിക്ക് ഒപ്പിടാൻ പറ്റിയാൽ മര്യാദയ്ക്ക് വീട്ടിൽ ചെന്ന് കയറാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രമേ എത്തൂ. സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നേ. ഇനി പറ്റില്ലെന്നൊന്നും പറയില്ല. പിന്നെ നീ എന്നെ കൊന്നു കളിയെന്ന് പറഞ്ഞ ഒപ്പിട്ട് തരുമെന്ന് വിചാരിച്ചോ? എന്റെ സർവീസിൽ നിന്നെ പോലത്തെ ഒരുപാട് പേരെ കണ്ടതാ. പക്ഷെ താൻ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ഓഫീസ് സമയം കഴിഞ്ഞു കൃഷ്ണ. ഇന്ന് ഓഫീസ് മുഴുവൻ ഒരുപാട് അഴുക്കായി. എല്ലാം ക്ലീൻ ചെയ്യും. ഹലോ. ഞാൻ ലാലപ്പന. പറയൂ ലാലപ്പ. ഞാനും നടുറോട്ടിലിട്ടൊരു MROവിനെ കൊല്ലാനുള്ള തീരുമാനത്തിലാണ്. നോക്കൂ ലാലപ്പ, നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടിയാണ്. ഇപ്രാവശ്യം സെൻട്രലിൽ നമുക്ക് അവസരം കൂടുതലാ. ഇനി ഒരു 3 മാസത്തിൽ ഇലക്ഷൻ വരാൻ പോവുക. നിനക്ക് പീപ്പിൾസ് പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് മർഡർ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. അത് നമ്മുടെ പാർട്ടിയും ഇലക്ഷനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിക്കേ. അയാൾ വന്ന് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. മാത്രമല്ല റവന്യൂ മന്ത്രിയുടെ ബന്ധു കൂടിയാ. പുള്ളി യാനത്തിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു മേടിച്ചതാ. ഇപ്പൊ നീ ഒന്ന് ക്ഷമിക്കുക. അത്രയും ക്ഷമ എനിക്കില്ല സാർ. ഒന്നുകിൽ അയാൾ മരിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോണം. 2000 കോടിയുടെ പ്രോജക്റ്റ് അവിടെ മുടങ്ങി കിടക്കണേ. ശരി, എന്നാ വേറെന്തെങ്കിലും വഴി ആലോചിക്കേ. പക്ഷേ നീയാ കൊന്നെന്ന് എവിടെയും ഫോക്കസ് ആകരുത്. മനസ്സിലായോ? ഓക്കെ സാർ. എന്റെ വണ്ടി കാണുന്നില്ല സർ. കേസ് ഫയൽ ചെയ്തിട്ട് കോർട്ടിലേക്ക് അയച്ചേക്ക്. DSP യോഗി സാർ ആ ഡ്രഗ്സിന്റെ കേസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, അവൻ എത്ര അടിച്ചാലും പറയുന്നില്ല സാർ. എല്ലാ ക്രിമിനൽസ് ഇതുവരെയല്ലേ പറയാറ്, നമ്മളാണ് പറയിപ്പിക്കേണ്ടത്. വാ സാർ. ലോക്ക് പറഞ്ഞേ. എന്തിനാടാ ഇങ്ങനെ അടി മേടിച്ചു കൂട്ടുന്നത്? അവസാനമായിട്ട് ചോദിക്കുക, ആ ഡ്രഗ് ഡീലിങ്ങിനെ പറ്റി മുഴുവനും പറഞ്ഞേക്ക്. അല്ലെങ്കിൽ സ്റ്റേഷനിൽ വെച്ചാൽ നിന്നെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കും. നമ്മുടെ ഇന്ത്യയിൽ എന്താ സാർ ഇങ്ങനെ? ചെയ്യാത്ത തെറ്റിന് പാവങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തി അവസാനം അവരെ കൊണ്ട് തന്നെ അവർ തന്നെ കുറ്റം ചെയ്തു എന്ന് പറയിപ്പിക്കും. ഇത് ശരിയല്ല സാർ. നമ്മുടെ സിസ്റ്റം മുഴുവൻ തെറ്റാണ് സാർ. ഏയ്, ഇവ സത്യം പറയാൻ തോന്നുന്നില്ല. കേസ് ഫയൽ ചെയ്ത് ജയിലടച്ചേക്ക്. ഓക്കെ സാർ. വീണ, പറയച്ചാ. M.Tech കഴിയാൻ പോവല്ലേ? അടുത്തത് എന്ത് ചെയ്യാനാ പ്ലാൻ? കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ആ, എന്തിന്? നീ നിന്റെ ഭർത്താവും ചേർന്ന് റീൽസ് ചെയ്യാൻ വേണ്ടിട്ടാണോ? നീ എന്താടി ഇങ്ങനെയായ മോളെ? ചെറുപ്പത്തിൽ വലിയ നാണം കുടുങ്ങിയായിരുന്നു. ഇപ്പൊ എല്ലാം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു. കല്യാണം കഴിക്കാൻ എന്താ ഇത്ര ധൃതി? ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നും അല്ല അച്ഛാ. എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അച്ഛൻ ഇനിയും നോക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ നോക്കാം. അതിപ്പോ ഇന്റർകാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിനക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ കല്യാണം കഴിപ്പിച്ചു തരും കേട്ടോ. ശരി. വീണ, പറയച്ചാ. നിനക്കൊരു ഗുഡ് ന്യൂസ്. എന്താ അച്ഛാ? എന്റെ അനിയത്തിയുടെ ഫ്രണ്ട് രാഘവനില്ലേ? USA സോഫ്റ്റ്വെയർ അയാളല്ലേ? അവനെ നിനക്ക് കല്യാണം ആലോചിക്കാന്നൊരു പ്ലാൻ ഉണ്ട്. നിന്റെ ജാതകവും സെറ്റായിട്ടുണ്ട്. ജാതകം ചേർന്നു എന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കേണ്ട അച്ഛാ. അവനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്ക. എല്ലാം നോക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെ. നിനക്ക് ഓക്കെ ആണോ? അച്ഛന്റെ ഇഷ്ടം പോലെ. വിഷമിക്കണ്ടടാ. പോലീസ് എന്നെ അടിച്ചുകൊണ്ട് എനിക്ക് സങ്കടമില്ലടാ. ചെയ്യാത്ത തെറ്റിന് എന്നെ ഇങ്ങനെ ജയിലിട്ടേക്കുന്നില്ലേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. സമയം ശരിയല്ലടാ. IPL ഇരിക്കേണ്ട ഈ നീയെ ഇപ്പൊ ജയിലിലാണ്. പിന്നെ അച്ഛൻ എവിടെ? നിന്റെ ബെയിലിന്റെ കാര്യമായിട്ട് പുറത്ത് ചുറ്റിക്കൊണ്ടിരിപ്പുണ്ട്. ശരി, അതൊക്കെ വിട്. നിനക്ക് ബിരിയാണി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മേടിച്ചോണ്ടെന്ന് കഴിച്ചേ. കഴിക്കടാ. വേണ്ട. വേണ്ടെന്നോ? പുറത്ത് എത്ര പേരെ ഞാൻ മാനേജ് ചെയ്ത് എടുത്തോണ്ട് വന്നേക്കുവാ. സ്മെല്ലൊക്കെ സൂപ്പറായിട്ടുണ്ട്. നീ ഇങ്ങോട്ട് കഴിച്ചേ. സ്മെല്ല് സൂപ്പറായിട്ടില്ലേ? മച്ചാ, സ്മെല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു.
അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കാറിനകത്ത് ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ലാതെയാണ് പോയത്. പക്ഷേ ആ പോലീസ് ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വണ്ടിക്കകത്തുനിന്ന് സാധനം കിട്ടിയത്. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മച്ചാൻ നീ ഒരു കാര്യം ചെയ്യും, അവിടെയുള്ള ആ CCTV ക്യാമറയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. ശരിയടാ. അവനെ പിടിച്ച സ്പോട്ട് ഇതാണ്, പക്ഷെ ഇവിടെ CCTV സ്പോട്ട് ഇത് തന്നെയാ. ചേട്ടാ അങ്ങോട്ട് നോക്കിയ ക്യാമറ. ഇതാ നോക്കിക്കോളൂ. ഇതൊന്നു മാത്രം മതിയടാ എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. അനിയ ഇതൊന്ന് പെൻഡ്രൈവിലൊന്ന് കോപ്പി ചെയ്ത് തരാമോ? ഒരുപാട് കഷ്ടപ്പെട്ട് CCTV ഫുട്ടേജ് കളക്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വെങ്കടേഷ് സാർ. ആ എവിഡൻസ് ഒക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരെ. അത് മാത്രം മതി നമുക്ക് കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട്. താങ്ക് യു സാർ, ഞാൻ വന്നേക്കാം. എവിടെയോ കണ്ടതുപോലുണ്ടല്ലേ? നിന്റെ മോനെ കുടുക്കിയത് ഞാനാ. ഹലോ, ശരി, ആ കാര്യം ഞാൻ നോക്കാം. ഹലോ മൗന, ഇപ്പോഴാണ് ന്യൂസ് കിട്ടിയത്, നീ ശ്രദ്ധിച്ച് കേൾക്ക്. എല്ലാ സ്ഥലത്തും ചെക്ക് പോസ്റ്റ് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പുറകിൽ ഞാനുണ്ടെന്നറിഞ്ഞ എൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ പിടിക്കപ്പെടാൻ പാടില്ല. ബി കെയർഫുൾ. ഓക്കെ ഡാർലിംഗ്, ഞാൻ നോക്കിക്കോളാം. അതാണ് സംഭവം. ആ ഡ്രഗ് കേസിൽ നിന്റെ മോനെ കുടുക്കിയതിന് ശേഷം ആ പയ്യനെക്കുറിച്ച് ഞാൻ എല്ലാം അന്വേഷിച്ചു. അവൻ ബുദ്ധിശാലിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ അന്ന് ചെക്ക് പോസ്റ്റിൽ എന്താ നടന്നെന്ന് അവൻ മനസ്സിലാക്കി. ഈ എവിഡൻസ് ഒക്കെ കാണിച്ച് നിന്റെ മോനെ രക്ഷപ്പെടുത്തി എന്നെ കുടുക്കി ജയിലിലേക്ക് അയക്കണം എന്നാണോ നീ വിചാരിക്കുന്നത്? ഏയ്, ആ ദൈവം എൻ്റെ മോൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഈ ആധാർ എൻ്റെ കയ്യിലെത്തിച്ചത്. അവനെ വെളിയിൽ കൊണ്ടുവന്ന് നിന്നെ ഞാൻ അകത്തേക്കേക്കാം. വെരി ഗുഡ്. ഇതെല്ലാം നടക്കണമെങ്കിൽ ആദ്യം നീ ജീവനോടെ ഇരിക്കണ്ടേ? Happy birthday. Happy birthday to you. Happy birthday, Veena. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
സാർ ഇവിടെ മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കല്ലേ? നീ എന്തിനാ ഞങ്ങളെ വീട്ടിൽ വന്നേ? എന്താ സാറേ വിളിക്കാതെ വന്നതുകൊണ്ട് സാറിന് ദേഷ്യമായോ? അതിന് ഒരു ഒപ്പ് ചോദിച്ചിട്ട് സാറ് തന്നില്ല. ഒരു കഷ്ണം കേക്കെങ്കിലും എന്താ? മര്യാദക്ക് പുറത്തു പോ. തന്റെ മോളൊരു കൊച്ചു സുന്ദരിയാണല്ലോ സാറേ. മര്യാദയ്ക്ക് സംസാരിച്ചോ, ഇല്ലെങ്കിൽ ചെരുപ്പ് മുഖത്ത് വീഴും. കൈ എടുക്കടാ. മോളൊന്ന് സഹകരിക്കേ, നല്ല സുഖമായി. വേണ്ട, അവളൊന്നും ചെയ്യല്ലേ. വേണ്ട, പറയുന്ന കേൾക്ക്. അവളെ വിട്. അയ്യോ അയ്യോ, അവളെ വിട്. പറയുന്ന കേൾക്ക്. അവളെ വിടറാ. എടോ എമ്മാറോ, എന്നെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും താൻ എന്നോട് എതിർക്കാൻ വന്നു. ഇപ്പൊ കണ്ടില്ല എന്താ ഉണ്ടായെന്ന്. ഇവരിപ്പോ എന്ത് കാര്യത്തിനാ മരിക്കണേ? വേറെന്തിനാ, പ്രേമിച്ചവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അച്ഛനും അമ്മേനെയും കൊന്നു കളഞ്ഞു. മുത്തപ്പ, ഇവിടെ പറഞ്ഞു നീ കേട്ടില്ലേ? എന്നാ തുടങ്ങിക്കോ. എന്തടി നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്ന? മോന്ത കണ്ട ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ പോലെ ഉണ്ടല്ലോ. ഒരു ദയ ഇല്ലാതെ നീ അച്ഛനും അമ്മയെ പോലും കൊന്നില്ലേ. ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കാം. കഴിക്ക്, കോടതി പോകാൻ സമയമായി. എല്ലാരും നിന്നെ തൂക്കിക്കൊല്ലുന്നാ പറയുന്നത്. ിലെ കുറ്റവാളി എന്നാ റിലീസാവുന്ന? നാളെയാണ് മാഡം. ഓക്കെ, ഈ ഫയലൊന്ന് റെഡിയാക്ക്. മാഡം, യെസ്. എനിക്ക് വീണ എന്ന് പറയുന്ന ഒരാളെ ഒന്ന് കാണണം. വീണയുമായി നിനക്കെന്താ ബന്ധം? ഷീ ഈസ് മൈ ഫ്രണ്ട് മാഡം. ഓക്കെ, അതിൽ സൈൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യ്. ആരാ നിങ്ങൾ? എന്തിനാ എന്നെ കാണാൻ വന്നേ? എൻ്റെ പേര് രുദ്ര. ഞാനും നിന്നെ പോലെയാ. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നു. നിനക്ക് വധശിക്ഷ വിധിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം. ചെയ്യില്ലേ? എന്ത്? എൻ്റെ അച്ഛനെ കൊന്ന ഒരു ലേഡി ഈ ജയിലിലുണ്ട്. അവളെ കൊല്ലണം. ഞാനോ?
ഞാൻ എന്തിനു കൊല്ലണം? അച്ഛാ, എനിക്ക് IPL സെലക്ഷൻ കിട്ടി. എനിക്ക് വളരെ സന്തോഷമായി മോനെ. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കാറിനകത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ പോലീസ് ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വണ്ടിക്കകത്തുനിന്ന് സാധനം കിട്ടിയത്. ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലായത് പിന്നെയും അവൾ എന്തോ ഡ്രഗ് കേസിൽ അകത്ത് വന്നിട്ടുണ്ടെന്ന്. വെളിയിൽ ഞാൻ എപ്പം മരിക്കുന്നോ എങ്ങനെ മരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അകത്തിരിക്കുന്ന അവളെ കൊല്ലാൻ എനിക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ അത് നീ മാത്രമാണ്. നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. പ്ലീസ്, എനിക്ക് വേണ്ടി നീ അവളെ കൊല്ലുവോ? നിന്റെ റിവെഞ്ചിന് വേണ്ടി നീ കൊല്ലാൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. എന്നാൽ പണമൊന്നും ആവശ്യമില്ല. നിന്നെ പോലെ എനിക്കും പുറത്ത് റിവെഞ്ച് ചെയ്യാനുണ്ട്. അത് നീ ചെയ്യണം. അത് നീ ചെയ്യാൻ എനിക്ക് വാക്ക് തന്നാ ഞാൻ നിന്റെ ശത്രുവിനെ കൊല്ലും. എന്താ നിന്റെ റിവെഞ്ച്? ഇന്ന് ഞങ്ങളുടെ ഫയലിൽ തനിക്ക് ഒപ്പിടാൻ പറ്റിയാൽ മര്യാദയ്ക്ക് വീട്ടിൽ ചെന്ന് കയറാം. ഈ റിവെഞ്ച് ഡീൽ നിനക്ക് ഓക്കെയാണോ? നാളെയാണ് നിന്നെ തൂക്കിലേറ്റുന്നത്. നിനക്ക് അവസാന ആഗ്രഹം വല്ലതുണ്ടോ? എനിക്ക് രുദ്രയെ നാളെ ഒന്ന് കാണണം. രുദ്ര, നിനക്ക് തന്ന വാക്ക് പോലെ നിന്റെ ശത്രുവിനെ ഞാൻ കൊന്നു. എന്റെ ശത്രുവിനെ കൊല്ലാൻ മാത്രം നീ മറക്കരുത്. ഇല്ല വീണ, നിനക്ക് തന്ന വാക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്ന് തൊട്ട് നിന്റെ ശത്രുക്കൾ എന്റെയും ശത്രുക്കളാ. ഇറ്റ്സ് മൈ പ്രോമിസ്. പൂക്കും നേരം കാലം കടന്നു പോകും, കണ്ണുകൾ ചിന്നി തുറക്കും നേരം എല്ലാം ശൂന്യമാകും. ഞാൻ പോകുന്ന പാതയിൽ എന്നും മുത്തുകൾ നിറയുന്നുവോ? ഈ കാലചക്രത്തിൽ പെട്ട് ഉടലും സമയമോ? എന്ന് ഞാൻ കാണും ഉടയുന്നു എൻ ഹൃദയം, മനമുരുകും നിൻമുഖം എൻ സന്തോഷം. നിന്റെ പ്രതികാരം അവർ നടത്തി. ഇപ്പൊ അവരുടെ പ്രതികാരം നീ എടുക്കാൻ പോവാണോ? മനുഷ്യന്മാരെ തന്നെ കൊല്ലുന്നതിൽ എന്ത് ശരിയാ ഉള്ളത്? നിങ്ങളോട് അന്യായം ചെയ്തവര് രാക്ഷസന്മാർ തന്നെയാ. പക്ഷേ നിങ്ങളും അതേപോലെ രാക്ഷസന്മാരായി മനുഷ്യന്മാരെ കൊല്ലുന്നത്. അപ്പൊ ഞാൻ ചെയ്തല്ല തെറ്റാണെന്നാണ് പറയുന്നേ? 100% തെറ്റ് തന്നെയാണ്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് ഇവിടെ നീതി ന്യായമുണ്ട്. അത് നിയമം വഴി എന്തായാലും നീതി കിട്ടും. ഇങ്ങനെ കൊല്ലുന്നതൊന്നും ശരിയല്ല. എന്താടി നിയമം അത് ഇതെന്ന് പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് നടന്ന കാര്യം നിനക്ക് നടന്നിരുന്നെങ്കിൽ നീയും ഇങ്ങനെ ചെയ്യുള്ളൂ. ഇതുപോലെ നീയും അവരെ കൊന്നു കളഞ്ഞേനെ. നീ ശരിയല്ല രുദ്ര. ഡേയ്, നീയാടി എനിക്ക് ശരിയില്ലാത്തത്. നീ ഇവിടുന്ന് പൊടി. ശങ്കരേ, എവിടെ പോയി കിടക്കടാ? എന്താ പറ്റിയേട്ടാ? രുദ്ര എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ശരിയേട്ടാ. എന്നിട്ട് അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. അവന്റെ ചാവ് നമ്മൾ ഉറപ്പിക്കണം. നീ ആ ഭാഗത്ത് പോയി നോക്ക്. നീ ഈ ഭാഗത്തൂടെ പോടാ.
പ്രിയ, ഞാൻ പറയുന്നത് കേക്ക് പ്രിയ. പ്രിയ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നീ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. എൻ്റെ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രിയ ഇതൊക്കെ സംഭവിച്ചത്. നീ ഒന്ന് മനസ്സിലാക്കുക. മര്യാദക്ക് പൊക്കോ, അടുത്തേക്ക് വന്ന കൊന്നുകളെ നിന്നെ. വണ്ടി എടുക്കടാ. വന്ന് പെട്ടുപോയല്ലട ചക്ക നീ. കണ്ടോടാ, കാണ് നിന്റെ മരണത്തിന്റെ വാറോലയും കൊണ്ടുവന്ന കാലനെ കാണ്. എന്നോട് എതിർത്ത് എന്റെ അനിയന്മാരെയും കൊന്ന് എന്റെ മേൽ കൈവച്ച് ഇവിടെയുള്ള എന്റെ വിലയും കളഞ്ഞു നീ. ആദ്യം നീ ആരെന്ന് പറടാ. നിനക്ക് എന്നോടുള്ള ശത്രുത എന്താ? എന്റെ ശത്രുവിനെ കൊല്ലാമെന്ന് നീ വാക്ക് തന്ന ഞാൻ നിന്റെ ശത്രുവിനെ കൊല്ലും. കൊള്ളാം, മനോഹരം. ഒരു എക്സ്ചേഞ്ച് പ്രതികാരം. പക്ഷേ എന്റെ പേര് ലാലപ്പാന്ന. ആ പേര് കേട്ട ഈ കടലിലെ തിരകൾ പോലും നിശ്ചലാവും. എന്നിട്ട് പേര് നീ അടിക്കടാ. അടിക്കടാ. നീ ചെയ്തതാണ് കറക്റ്റ് രുദ്ര. സോറി ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ്സ് ഓക്കെ പ്രിയ.